TP കേസ് പ്രതി കൊടിസുനി മുൻപും കോടതി പരിസരത്ത് മദ്യപിച്ചതായി കണ്ടെത്തൽ. കേസെടുക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടി. കൊടിസുനിയുടെ എസ്കോർട്ടിന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും തീരുമാനം. അഭിജിത്ത് മുഴക്കുന്ന് നമുക്കൊപ്പം. അഭിജിത്ത് മുഴക്കുന്ന്, നിയമോപദേശം തേടാൻ കാത്തിരിക്കുകയാണോ, അല്ലെങ്കിൽ അത് കിട്ടാൻ കാത്തിരിക്കുകയാണോ? കേസെടുക്കുന്നതിലേക്ക് നയിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ സമാനമായ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരികയാണോ ഇപ്പോൾ? സുജയ, ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം ഇപ്പോഴൊരു CCTV ദൃശ്യം പുറത്തു വന്നപ്പോഴാണ് എത്രമാത്രം സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം വ്യക്തമായത്. പക്ഷേ മുൻപും സമാനമായ രീതിയിൽ കോടതി പരിസരത്ത് വെച്ച് കൊടിസുനി മദ്യപിച്ചിട്ടുണ്ട്, ഈ രീതിയിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ തന്നെ അന്വേഷണ റിപ്പോർട്ട്. നേരത്തെ കഴിഞ്ഞ മാസം 17-നാണ് ഇങ്ങനെയൊരു സംഭവം തലശ്ശേരി കോടതിയുടെ പരിസരത്ത് അതിന് തൊട്ടിപ്പുറത്തുള്ള ഹോട്ടൽ വെച്ചുണ്ടാകുന്നത്. പക്ഷേ മുൻപും ഈ രീതിയിൽ ജയിലിനകത്ത് വെച്ചും ജയിലിന് പുറത്തു വെച്ചും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സഹായം കൊടിസുനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കൊടിസുനിക്കുൾപ്പെടെ ഈ രീതിയിലുള്ള സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം പോലീസിന്റെ തന്നെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം ഇനി ഈ രീതിയിൽ കൊടിസുനിയെ വിചാരണയ്ക്കും ഒപ്പം തന്നെ മറ്റ് കോടതികളിലേക്കൊക്കെ എത്തിക്കുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഈ ജൂലൈ 17 നടന്ന സംഭവത്തിൽ അന്ന് 3 CPOമാരാണ് കൊടിസുനിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഈ 3 പേർക്കും സസ്പെൻഷൻ ലഭിച്ചിരുന്നു. പക്ഷേ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഇനി ഇത്തരം കാര്യങ്ങളിൽ എസ്കോർട്ടായി നിയോഗിക്കാനുള്ളൊരു തീരുമാനം വരുന്നു. ഒപ്പം തന്നെ കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം വരുന്നു. കൂടാതെ തന്നെ ഈ ഒരു CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കേസെടുക്കാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിലേക്ക് പോലീസ് എന്താണ് കടക്കാത്തത് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയർന്നിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം, ഇക്കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. ഏത് രീതിയിലാണ് കേസെടുക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിനൊരു അവ്യക്തതയുണ്ട്. അതിനാൽ തന്നെ നിയമോപദേശം തേടിയതിനു ശേഷമാകും പോലീസ് ആ കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുക. ഏതായാലും സുരക്ഷാ വീഴ്ചയുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി വെളിവായത്. അക്കാര്യത്തിൽ പോലീസിന്റെ ഒരു കർശനമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. സുജയ, വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അഭിജിത്ത് മുഴക്കുന്നാണ്.